24 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് ഇനി. തൃശൂർ ഗുരുവായൂരിൽ രാഷ്ട്രീയ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട BJP പ്രവർത്തകന്റെ കുടുംബത്തോട് പാർട്ടി നീതി കാണിച്ചില്ലെന്ന് ബന്ധുക്കളുടെ ആരോപണം. ഗുരുവായൂർ തൊഴിയൂർ സ്വദേശി സുബ്രഹ്മണ്യനാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. സുബ്രഹ്മണ്യന്റെ സഹോദരൻ സുനിലാണ് 1994 വീട് കയറിയുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവരുടെ പേരിൽ ലക്ഷങ്ങളല്ല കോടികൾ ഇവിടുത്തെ BJP-ക്കാർ പിരിച്ചു. അവർക്ക് വേണ്ടി ഒരു സഹായവും വേണ്ട വധിച്ചല്ല 1 ലക്ഷം രൂപ കൊടുത്തു. അതെന്താവാനാണ്? അടിയുറച്ച RSS BJP കുടുംബമായിരുന്നു സുനിലിന്റേത്. രാത്രിയോട് കൂടിയെത്തിയ അക്രമികൾ വീട് തകർത്ത് അകത്തു കടന്ന് സുനിലിനെയും സഹോദരൻ സുബ്രഹ്മണ്യനെയും ആക്രമിക്കുകയായിരുന്നു. അക്രമത്തിൽ സഹോദരൻ സുനിൽ കൊല്ലപ്പെട്ടപ്പോൾ സുബ്രഹ്മണ്യന്റെ ഇടത്തുകൈ നഷ്ടമായി. എന്നാൽ കേസിൽ പിന്നെയാണ് ട്വിസ്റ്റ്. അറസ്റ്റിലായ 4 പ്രതികളും CPM പ്രവർത്തകർ. ജീവപര്യന്തം ശിക്ഷ വിധിച്ചെങ്കിലും പ്രതികൾ കുറ്റക്കാരല്ലെന്ന് മേൽക്കോടതി കണ്ടെത്തി. ചെയ്ത പ്രതികളെ പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ആസൂത്രണം വന്നിട്ടില്ല. കാരണം അതിൻ്റെ ബ്രെയിൻ വരണ്ടേ, ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് വരണ്ടേ. കാരണം എന്താ സംഭവിച്ചാൽ എനിക്ക് മനസ്സിലാവുന്ന എന്താ സംഭവം. കാരണം വെച്ചാൽ ഇതിപ്പോൾ വേറെ വല്ല ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്നേ നമുക്ക് നീതി കിട്ടിയായിരുന്നു. ഇപ്പോൾ നമ്മളൊരു SC ആയതുകൊണ്ട് നമുക്ക് നീതി എന്നുള്ള സാധനം നിഷേധിച്ചു. ഇടതു സർക്കാരിന്റെ കാലത്ത് പുനരന്വേഷണം നടത്തുകയും യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കെയാണ് സുനിലിന്റെ ബന്ധുക്കളുടെ BJP-ക്കെതിരായ ആരോപണം. നിർധനരായ സുബ്രഹ്മണ്യന്റെ കുടുംബത്തെ BJP തിരിഞ്ഞുനോക്കിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.